ഇങ്ങോട്ട് വരുമോ? പോകുന്ന റൂം കഴിഞ്ഞു. കാശിന്റെ കുണ്ടലിപ്പ് വെറുതെ വിട്ടു. എന്താ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ ഫെബ്രുവരി 28 സാറ്റർഡേ. ഞാൻ കരുനാഗപ്പള്ളി വീട്ടിൽ നിന്ന് ആലുവയ്ക്ക് ട്രെയിൻ പോവുകയാണ്. അപ്പോൾ കായംകുളത്തു നിന്നാണ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓടി കഥയ്ക്കുന്നില്ല, അവിടെ ഇരുന്നിട്ട് പോർച്ചാരം. അങ്ങനെ ഋഷിക്ക് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കുസാറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോണേ. ഋഷിയുടെ വാച്ച് ഞാൻ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ട്രെയിനിൽ കയറാൻ കുറച്ച് ലേറ്റായി. ട്രെയിൻ ജസ്റ്റ് വന്നായിരുന്നു നമ്മൾ വന്നപ്പോൾ. പിന്നെ ഓടിയൊക്കെയാണ് കയറിയത്. ആക്ച്വലി തലേന്നൊരു 2 മണി 3 മണിയൊക്കെ ആയി നമ്മൾ കരുനാഗപ്പള്ളി വീട്ടിലോട്ട് വന്നത്. പിന്നെ 6 മണിക്ക് എണീറ്റ് പിന്നെയും റെഡിയായി വന്നു. എനിക്ക് ഉറക്കം തീരെ കിട്ടിയിട്ടില്ല. ട്രെയിനിൽ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഞാൻ ഉറങ്ങിയില്ല. അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ AC വെയിറ്റിംഗ് ഹാളിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷപ്പ് ആയിട്ട് ആലുവയിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ അവർ പിക്ക് ചെയ്തു. ചേട്ടാ ഓടിച്ചോ? വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് 2-3 ദിവസത്തെ ഉറക്കം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ മല കയറാൻ പോകുവാണല്ലോ, അപ്പം ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ച് ഞാൻ കിടന്നുറങ്ങി. പിന്നെ നമ്മൾ അടിമാലിയൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ നിർത്തി. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് വിശപ്പായി തുടങ്ങിയില്ല, പക്ഷെ എന്നാലും ആസ് യൂഷ്വൽ വെജ് മീൽസ് ഓർഡർ ചെയ്തു. പിന്നെ ഇതാ നമ്മൾ നേരെ മൂന്നാർ എത്തി. ഇവിടെ നിന്നാണ് നമ്മളുടെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷ്റൂമിലൊക്കെ പോവാം. എന്തൊക്കെയുണ്ട് ചേട്ടൻ്റെ വാച്ചില്? ചേട്ടൻ ഒന്ന് സ്പെക്ക് പറ. ഇത് കാസിയോടെ റോയൽ എന്ന് പറഞ്ഞ എഡിഷൻ ആണ്. ഇതില് ലൈറ്റ് കത്തും. ലൈറ്റ് കത്തുന്ന കാണുന്നില്ല, രാത്രി ആവണത് കത്തോ. പിന്നെ വേൾഡ് മാപ്പ് അല്ല, വേൾഡ് ടൈം. ഇത് ദുബായിലെ ടൈം, ഇത് ലണ്ടനിലെ ടൈം, ഇത് ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉണ്ട്. ദേശം വയസ്സ് കൂടിയതാ. ഇത് ഡൽഹി. പിന്നെ മേലെ ഞാൻ ട്രിപ്സ് കുറെ പോവല്ലോ. വന്നപ്പോ പോയി വാരണാസി, കാശ്മീർ, മൂന്നാർ, രാമേശ്വരം. ഇപ്പം തൽക്കാലം ഞങ്ങൾ ഒരു ടൈം സോണാണ് കവർ ചെയ്യണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരാച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും പോയിണ്ടോ? കൂത്താട്ടുകുളം വിട്ട് അല്ല, കൂത്താട്ടുകുളം എന്തായാലും ഇലക്ട്രിസിറ്റി ബോർഡ് ജംഗ്ഷൻ വിട്ട് പുറത്തേക്ക് പോകട്ടെ. കഴിഞ്ഞു. ഇതിന്റെ പൈസ എനിക്ക് കിട്ടണേ. അപ്പം നമ്മൾ ജീപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ സ്ഥലത്തെത്തി. എല്ലാവരും ബാഗൊക്കെ ട്രാവലറിൽ നിന്ന് എടുത്ത് സെറ്റായി നിൽക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് റേഞ്ച് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ലാസ്റ്റ് വീഡിയോ ഇത് ഞാനൊന്ന് എടുത്തത് ഋഷിക്ക് അയച്ചു കൊടുക്കാനാണ്. റേഞ്ച് കിട്ടില്ലെന്ന് പറഞ്ഞാലും നമുക്ക് റേഞ്ച് മൂന്നാറൊക്കെ കിട്ടാറുണ്ടല്ലോ, ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇരുന്നത്. പക്ഷേ കുറച്ചങ്ങ് മൂവായി കഴിഞ്ഞപ്പോൾ റേഞ്ച് കംപ്ലീറ്റ്ലി കട്ടായി.
പിന്നെ അങ്ങോട്ട് ഫോൺ ഒരു ഫ്ലൈറ്റ് മോഡിലായിരുന്നു. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും മാത്രം കൊള്ളാവുന്നൊരു സാധനമായി. വീട്ടിൽ വിളിക്കാൻ പറ്റാത്തത് പോരാഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ എന്തായാലും അത്ര പ്രതീക്ഷിച്ചില്ല. പണ്ട് കുടജാദ്രി പോയപ്പം ജീപ്പ് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബാക്കിലിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിൽ തന്നെയാണ് ഇരുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുറച്ച് പോക്കായേനെ. പക്ഷെ അത്രയ്ക്ക് ബുദ്ധിമുട്ട് ബാക്കിൽ ഇപ്പം ഇല്ല. പക്ഷെ കാണാം നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്. പിന്നെ മൂന്നാർ നമ്മൾ ഇഷ്ടം പോലെ ടീ പ്ലാന്റേഷൻസ് കാണാറുണ്ട്, ഇഷ്ടം പോലെ. പക്ഷേ അതിനേക്കാൾ ഒരു 10 ടൈംസ് ഇരട്ടിയെങ്കിലും ഇപ്പം ടീ പ്ലാന്റേഷനിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ബേസ് ക്യാമ്പ് ആദ്യം പോകും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്റ്റേ ഉള്ളത് അതിന് മേലെയാണ്. അതായത് മിഷപ്പുലിമല ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തന്നെയാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ വരെ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഫോണിൽ അതിൻ്റെ ഭംഗി എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കണ്ണിൽ അത് റിയലായിട്ട് കാണാം. ഞാനിങ്ങനെ ഓ മൈ ഗോഡ് ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് വെച്ചോണ്ടിരുന്നിട്ടാണ് ഫുൾ കണ്ടേ. പിന്നെ നമ്മൾ ഇടയ്ക്ക് എത്തിയപ്പോൾ ഒരു സ്പോട്ടിൽ നിർത്തി. അതൊരു കുഞ്ഞു വില്ലേജ് ആയിരുന്നു. അവിടെ ആൾക്കാരൊക്കെ ഒത്തിരി ഉള്ള സ്ഥലമായിരുന്നു. എനിക്ക് കിട്ടി ഗൂഗിള്. ചേട്ടൻ എന്തോ ഉൾവിളി വന്നുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കുറച്ച് നടക്കാനും 2 പശുക്കൾ നമ്മളെ കുത്താൻ വന്നു. ലിറ്ററലി കുത്താൻ വന്ന് ഓടിച്ചു. ഇങ്ങോട്ട് വരുമോ? എനിവേയ്സ് അതൊരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മേ ബി അവരുടെ ടെറിട്ടറിയിലോട്ട് ഇത്രയും കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാർ വന്ന് അതിൻ്റെ ഒരു അറ്റാക്കിംഗ് മോഡായിരിക്കുമോ കണ്ടത്, ഡോണ്ട് നോ. പിന്നെ അവർ കുറച്ച് ദൂരെ അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കുറച്ചങ്ങോട്ട് ഇറങ്ങി. നമുക്ക് ഫോട്ടോ ഒന്നുമില്ല, ഫുള്ള് വീഡിയോ. ഗൂഗിളിലെ കൊണ്ട് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോയാണ്. ഈ വീഡിയോയിൽ ഞാൻ മ്യൂസിക് ഇല്ലാതെ ഡാൻസ് കളിക്കുന്ന, അവിടെ നമുക്ക് റേഞ്ച് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് പാട്ടൊന്നും ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ പാട്ടില്ലാതെ ഞാൻ കളിച്ചത് ഞാൻ നാട്ടിൽ വന്നിട്ടാണ് സിങ്ക് ചെയ്ത് നോക്കിയത്. സിങ്കായി. അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറി ബേസ് ക്യാമ്പിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഓഫ് റോഡാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമ്മൾ വിചാരിക്കും ഇപ്പം എത്തുമെന്ന്, പക്ഷേ എത്തത്തില്ല. ഇത് കുറേ ടൈം എടുത്തിട്ടാണ് നമ്മൾ ബേസ് ക്യാമ്പിലോട്ട് തന്നെ എത്താൻ പോകുന്നത്. പിന്നെ പോകുന്ന വഴി പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ആൾതാമസമൊന്നുമില്ല, അധികം ആൾക്കാർ വരാത്ത ഏരിയ. ഇതിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. മീശപ്പുലിമല ട്രക്കിങ്ങിന് വേണ്ടി വരുന്നവർ മാത്രമേ ഈ വഴി വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ യൂഷ്വലി നമ്മളൊരു ഹിൽ സ്റ്റേഷനിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തുള്ള കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഈ ഒരു ഏരിയയിൽ. കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ. ഇതാണ് നമ്മളുടെ ബേസ് ക്യാമ്പ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ടെൻറ്റൊക്കെ ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ ഇവിടെയും താമസിക്കാറുണ്ട് ടെൻറ്റിൽ. ഇവിടെ നമ്മൾ ആധാർ കാർഡ് നമ്പറൊക്കെ എൻ്റർ ചെയ്തിട്ട് സൈനൊക്കെ ചെയ്യണം. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. പ്ലാസ്റ്റിക് ഇടരുത്, വേസ്റ്റ് ഇടരുത്, എല്ലാം നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഉള്ളത് തിരിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരങ്കിൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ നമ്മൾ മെയിൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോവുക. നമ്മളുടെ പാക്കേജ് റോഡോ വാലിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ കുറച്ച് കോട്ടേജസ് ഉണ്ട്. അവിടെയാണ് മീശപ്പുലിമല ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്റ്റേ എടുത്തു. താഴെ ബേസ് ക്യാമ്പിൽ ആ റെഡ് കളറിൽ കണ്ട ടെൻറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ രാവിലെ മോർണിംഗ് കുറച്ചുകൂടി നേരത്തെ എണീറ്റിട്ട് ഇതുപോലെ ജീപ്പിൽ നമ്മൾ റോഡോ വാലിയിൽ വരും.
എന്നിട്ട് അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൈഡ് ഉണ്ടാവും. അങ്ങനെ ഇത് നമ്മൾ തലേദിവസം തന്നെ റോഡോ വാലി കോട്ടേജസിലോട്ട് പോവുക. ഇറങ്ങണില്ലേ? പോകുന്ന വഴിക്ക് ഈ ഒരു സ്പോട്ടിൽ സൺസെറ്റ് കിട്ടും എന്ന് പറഞ്ഞ് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. നമുക്ക് അവിടെ ജീപ്പ് നിർത്തി തന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി. മൂന്നരയ്ക്ക് നമ്മൾ ജീപ്പിൽ കയറിയതാണ്. നമ്മളിവിടെ എത്തുമ്പോൾ 6:15 അത്രയും ഡ്യൂറേഷൻ എടുത്തു നമ്മളിവിടെ എത്താൻ. ഹോം ടൂർ പോയാലോ? കം വിത്ത് മീ. പൊക്ക നടക്ക് നടക്ക്. നമ്മൾ ബാഗൊക്കെ വെച്ച് സെറ്റിലായിട്ട് നേരെ ചായ കുടിക്കാൻ പോയി. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ചായ, ഡിന്നർ, നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. നമ്മളിതാ ഡിന്നറൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോയി ഊനോ ഒക്കെ കളിച്ചായിരുന്നു. എലിയുടെ ബർത്ത്ഡേ February 24 നമ്മൾ 28 കാണുന്നൊക്കെ എല്ലാവരും. അപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ഒക്കെ ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ 1-2 റൗണ്ട് ഊനോ ഒക്കെ കളിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങി. രാവിലെ 5:30 എന്തോ മിനി സ്നാക്സ് നമുക്ക് കിട്ടും. അത് കഴിച്ചിട്ടാണ് ട്രെക്കിങ്ങിന് പോകാൻ എല്ലാവരും പ്ലാൻ ചെയ്തത്. അപ്പോൾ ബ്രെഡ്, അങ്ങനെ മുട്ട എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ പോലുമില്ല. നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഓടിപ്പോയി കുറച്ചെന്തോ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഒരു മല കയറി കഴിയുമ്പോൾ നമുക്ക് സൺറൈസ് കിട്ടും. അപ്പോൾ അതാണ് ഭയങ്കര രസമായിട്ടുള്ള സംഭവം. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓടിയതേ ഉള്ളൂ. അപ്പോൾ തൊട്ട് കഥയ്ക്കാൻ തുടങ്ങി. ഹൈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് അതെന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. ഞാൻ വിചാരിച്ചത് എനിക്ക് സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ എന്നും സൈക്ലിങ്ങിന് പോകുമായിരുന്നു. എനിക്കതൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എനിക്കിത് കയറാൻ പറ്റുമോ? നമ്മൾ ഫസ്റ്റ് മല കയറിയപ്പോൾ തന്നെ എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത്. ആ ഒരു സമയത്ത് ഞാൻ ഋഷിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. എൻ്റെ ബോഡി കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇനി അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ നടക്കാനുണ്ട്. എൻ്റെ അടുത്ത് ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെക്കിങ്ങിന് മുന്നേ വാമപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യാനൊരു സമയം കിട്ടിയില്ല. ഞാൻ മറന്നും പോയി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഫസ്റ്റ് പീക്ക് ഒരു മല കയറിയപ്പോൾ ഉണ്ടായത്. പിന്നെ അങ്ങോട്ടേക്ക് ബോഡി വാമായി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു. ആ ആദ്യത്തെ ബുദ്ധിമുട്ടല്ലാതെ വേറൊരു ബുദ്ധിമുട്ട് എനിക്ക് പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. നല്ല രസമായിട്ട് തന്നെ ഞാൻ എൻജോയ് ചെയ്ത് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഒരു മലയാണ് കയറി ഇറങ്ങിയത്. ആ ഇറക്കത്തിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല സുഖമായിരുന്നു എന്നൊക്കെ. പക്ഷേ ഇനി നമുക്ക് ബാക്കി 7 ഹിൽസും കൂടെ കയറി ഇറങ്ങാനുണ്ട്. അത് ചെറുതും വലുതുമായിട്ടുള്ള പല പല ടൈപ്പ് ഉണ്ട്. ഇതൊരു മലയായിട്ടുള്ളൂ ചാണ്. യെസ്. ഇനി എത്ര? 7. എന്താണ് കിട്ടിയോ? Oh, thank you for the information. ഭയങ്കര തണുപ്പുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ബോഡി കുറച്ച് വാമായി.
Rishi. I miss you a lot. I miss that I'm enjoying the garden. എന്തെങ്കിലും പറ. സുഖല്ലേ? നല്ല രസം. കാശിന്റെ കുന്തളിപ്പ് വെറുതെ വീട്ടിൽ ഫൈനലി നമ്മൾ മീശപ്പുലിമലയുടെ പീക്ക് പോയിന്റിലെത്തി. ഇതാണ് അവിടെ നിന്നുള്ളൊരു വ്യൂ. യൂഷ്വലി കുറച്ച് ക്ലൗഡ്സ് ഒക്കെ വന്ന് ഫ്ലഡഡ് ആയിട്ട് കാണും സം സീസണിൽ. പക്ഷേ ഇത് നമുക്ക് എൻറ്റയർ നമ്മൾ വന്ന വഴിയും നമ്മളിനി പോകാൻ പോകുന്ന വഴിയും എല്ലാം അതിൻ്റെ മേലിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ളൊരു ഫിൽട്ടർ ഇട്ട പോലത്തെ ഒരു സംഭവം. നമ്മളുടെ കൂടെ ട്രക്കിങ്ങിന് വന്നൊരു ചേട്ടൻ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞ് കാണിച്ചു തരാം. ഒരൊറ്റ ഫ്ലവർ അവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടു. One, two, three, go. നമ്മളങ്ങനെ ആ പീക്ക് പോയിന്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയ വഴിയല്ല നമ്മൾ തിരിച്ചിറങ്ങുന്നത്, അതിനൊരു വേറൊരു വഴിയുള്ള. ടോട്ടൽ 8 കിലോമീറ്റേഴ്സാണ് ഉള്ളത്. നമ്മൾ ChatGPT സെർച്ച് ചെയ്യുമ്പം 3 to 4 hours എടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഫോണിൽ ഞാൻ നോക്കുമ്പം കറക്റ്റ് 3 hours. 6:19 സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ എത്തുമ്പം 9:15 ആവുന്നുണ്ട്. അപ്പം ഒത്തിരി ഓടിയൊന്നുമല്ല കയറി, അത്യാവശ്യം നിന്ന് എനർജി സേവ് ചെയ്ത് ഒക്കെയാണ് കയറിയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോഡോഡെൻഡ്രോൺ, നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവർ. നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും പറിക്കരുത്, അവിടെ കാണുന്ന ഒന്നും പറിക്കരുത്, നശിപ്പിക്കരുത് എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ അമ്പിളീനെ പോലെ ഉണ്ടോ? ബാക്ക്ഗ്രൗണ്ട് പേഴ്സണലി എനിക്ക് കയറിയ പോലെ അല്ലായിരുന്നു, ഇറങ്ങാൻ ഭയങ്കര സുഖമായിരുന്നു, ഭയങ്കര എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഡിസ്റ്റൻസ് അത്ര എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് എത്തിയ പോലെ ഫീൽ ചെയ്തേ. താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഗൈഡിനെ കണ്ട് കുറച്ച് സംസാരിച്ച്. ഗൈഡ് അപ്പോൾ പറഞ്ഞത് ആനയൊക്കെ ഇവിടെ വരും, പുലി വരാറുണ്ട്, ഇവിടെ ഏതോ ഒരു ഫേമസ് ആന വരാറുണ്ട്, പക്ഷെ പുള്ളിക്കാരത്തി കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. പുലി ഇങ്ങനെ വരാറുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ. എൻ്റെ അടുത്ത് മീശപ്പുലിമല പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഇൻറ്റർസ്റ്റെല്ലാറിൽ നമ്മൾ വേറൊരു വേൾഡിൽ പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. ആ ഒരു സാധനം ഫീൽ ചെയ്തത് എനിക്ക് ഇവിടെ നിന്നായിരുന്നു. അങ്ങോട്ട് കയറി പോകുമ്പോൾ നമുക്ക് കുറേ മലയുടെ മേലെ സ്റ്റീപ്പ് 360 വ്യൂ ഇതൊക്കെയാണ് കിട്ടിയതെങ്കിൽ ഇത് താഴെയാണ്, മലയുടെയൊക്കെ താഴെ സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഗ്രാസൊക്കെ ഉണങ്ങിയിരിക്കണമെങ്കിലും അതൊരു പാറ്റേൺ ആയിട്ടൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇവിടെ നിന്നാണ് എടുക്കാൻ പറഞ്ഞേ, അവിടുന്ന് റൈറ്റ് ആണ്. ഞാനോ?
ഇങ്ങനെ ഇതിപ്പോ നിന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും ഒന്നും സഹായിക്കില്ല. പക്ഷെ നീ ഒറ്റയ്ക്കാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കില്ല. ശരി, ഭാഗ്യം രാവിലെ അണ്ണ വേഗം വരാഞ്ഞത്. അതൊക്കെ അണ്ണൂൻ്റെ ഓരോ ഫിലോസഫി, കാര്യമാക്കണ്ട. പിന്നെ ഇപ്പം സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വെയിലാണ്, ഡയറക്റ്റ് വെയിലാണ്. ഞാൻ എൻ്റെ ടീഷർട്ടൊക്കെ ഊരി ബാഗിൽ വെച്ചു. തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര പൊള്ളല. ഓൾറെഡി ആ ടീഷർട്ട് ഋഷിയുടെ ടീഷർട്ടാണ്, ഭയങ്കര കട്ടിയായിരുന്നു. ജാക്കറ്റും ഋഷിയുടെ തന്നെയായിരുന്നു, അതും നല്ല കട്ടിയാണ്. പക്ഷെ ഞാനൊരു കവറപ്പ് പോലെ ഇട്ടു. എന്താ? യെസ്, ഞാൻ ഊരിക്കളഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പോരാതെ വരും, അത്രയ്ക്ക് തണുപ്പായിരുന്നു, വിൻ്റർ ജാക്കറ്റ് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ആക്കണമായിരുന്നു എന്ന്. പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലാക്കിയത്, ഭയങ്കര വെയിലായി. ഇപ്പം ഈ വെയിലും ലൈറ്റും എൻജോയ് ചെയ്യണം. ഞാൻ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അറിഞ്ഞു എന്തോരം ടാൻ എൻ്റെ ഫേസിൽ വന്നു എന്ന്. പോയപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് പോയേ, പക്ഷേ അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞ് കാണുമായിരിക്കണം. എന്തായാലും ഈ ഇറക്കത്തിൽ കിട്ടിയ ടാനിങ് ആണ് കുറച്ച് നാൾ സഫർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ഇത് നമ്മളുടെ സ്റ്റേയുടെ അടുത്ത് തന്നെയുള്ളൊരു പൈൻ വാലിയാണ്. അവിടെ നിന്ന് വന്നിട്ട് കുളിക്കാൻ നിന്നില്ല, നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അവിടെ ക്ലോസിങ് ടൈം എന്തോ ആയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. ബൈ, വി ആർ ഗോയിങ്. അപ്പം നമ്മൾ നിന്ന് സ്റ്റേയുടെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാണ് താഴേക്ക്. ദാ അവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ നേരെ താഴെ എത്തി, വണ്ടിയിൽ കയറി ഇതാ തിരിച്ച് എറണാകുളത്തോട്ട് പോവുക. ഇടയ്ക്ക് വെച്ച് ഗൂഗിൾ ഇറങ്ങിയായിരുന്നു, അപ്പോൾ ഗൂഗിൾ പോവാ. പറ പറ. Hey guys. Hi guys, we are at Sandeep's house and it's a nice place and we will get back to you. നമ്മൾ വരുന്ന വഴിക്ക് സന്ദീപിൻ്റെ വീട്ടിൽ കയറി. എന്നിട്ട് നേരെ ഞാൻ ആലുവയിൽ ഇറങ്ങിയിട്ട് ഗോകുൽ കണ്ണൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ഫുഡ് കഴിച്ചു. എനിക്ക് ട്രെയിൻ ലേറ്റ് ആയിട്ടായിരുന്നു, അപ്പോൾ ട്രെയിൻ കയറി ഞാൻ കായംകുളത്തെത്തി. ഋഷി എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പം അത്രേ ഉള്ളൂ. ബൈ.